എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത ചുരിദാറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് കാണിക്കുകയാണ്. ഞാൻ കുറച്ച് ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും കൂടിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറാണ്. ചുരിദാറിൻ്റെ നെക്കിലും സ്ലീവിലും ഇതുപോലെ താഴത്തെ ബോർഡറിലുമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നോർമലായിട്ടൊരു സ്റ്റിച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇതാ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ അറ്റം ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അത് നമ്മൾ നെക്കിൽ സീക്വൻസും ഈ ബീഡ്സും കൂടിയുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. ആദ്യം സൂചി ഇങ്ങനെ താഴത്തുനിന്ന് കുത്തിയെടുത്തിട്ട് അതിൻ്റെ മേലെ, അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്ലവർ സീക്വൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ബീഡ്സും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബീഡ്സ് ഇങ്ങനെ നീക്കിയിട്ട് ഈ സീക്വൻസിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിലൂടെ സൂചി താഴോട്ട് കുത്തിയിറക്കാം. എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മറച്ചു കൊടുക്കുക. നെക്കിൻ്റെ ഭാഗം മറിച്ചിട്ട് അതിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ കുത്തിയെടുത്തിട്ട്, വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അലക്കുമ്പോഴൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലക്കുമ്പോഴൊക്കെ സ്റ്റിച്ച് ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് മുമ്പ് അങ്ങനെ കെട്ടിടാണ്ട് രണ്ടെണ്ണം ചെയ്ത് കാണിച്ചു തന്നതാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ അതുപോലെ കെട്ടിട്ടിട്ടാണ് ചെയ്ത്. അപ്പോൾ അത് നീങ്ങി പോകില്ല, അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അത് ഇനിയിപ്പം സ്റ്റിച്ച് പൊട്ടാണ്ട് പോരൂല. അത്രയും നമ്മൾ 2 ലെയറിലാണല്ലോ നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എന്തായാലും പൊട്ടൂല. നല്ല സിമ്പിൾ വർക്കാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയും ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൽ ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതേപോലെ തന്നെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ താഴെ ചെയ്തിട്ടുള്ളത്, ഈ ബോർഡറിൽ. പിന്നെ സ്ലീവിൽ ഞാൻ ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതുപോലെയൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ഏതെങ്കിലും ഡ്രസ്സിൽ കൊടുത്താൽ അതൊരു പ്രത്യേക ഭംഗിയാണ്, എന്നാൽ സിമ്പിളുമാണ്, ഒരുപാട് വർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതാണ് നമ്മൾ ബോർഡറിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ബോർഡറിൽ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കാനുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തയ്ക്കാന്ന് വെച്ചാൽ അവിടെ നമുക്ക് പിന്നെ ഈ സൂചി കയറി കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് പിന്നെയാണ് ഞാൻ പിന്നെ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 3 ലെയറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മടക്കി തയ്ച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ എനിക്ക് തയ്ക്കണം തോന്നി, അതുകൊണ്ട് തയ്ച്ചതാണ്. ഇതൊരു പ്രിൻറ്റഡ് മെറ്റീരിയലാണ്. ഇതിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനൊരു ഭംഗിക്ക് ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഒരു പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ അതിലും ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് അഭിപ്രായം പറയാം. സ്ലീവിൽ ചെയ്തെടുത്തിട്ടുള്ള വർക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് ആവശ്യമുള്ളവർ പറയുക, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. നല്ല സിമ്പിൾ വർക്കാണെന്ന്, നല്ല എലഗൻറ്റ് ലുക്കുമാണ്. ഇതുപോലുള്ള ലേസുകളൊക്കെ വാങ്ങിയിട്ട് ചുരിദാറിനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നല്ല റേറ്റാണ് ഈ ബീഡ്സിൻ്റെ ലേസിനൊക്കെ. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പിന്നെ ഡ്രസ്സിലൊക്കെ ഉണ്ടെങ്കിൽ ബീഡ്സ് ആയാലും മതി. ഇത് ഞാനൊരു പഴയ ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ബീഡ്സാണ്, പക്ഷേ നമുക്ക് കുറഞ്ഞ വിലക്ക് വാങ്ങാൻ പറ്റിയതായാലും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.